മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം 1 കൊരിന്തോസ് 10:31, 1 Corinthians chapter 10 verse 31. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. സാധാരണ ജീവിത വൃത്തിയെ ദൈവമഹത്വത്തിനായി ചെയ്യാവുന്നതാണ്. അപ്പോൾ നാം ജീവിതത്തിൽ വിജയിക്കും. ദൈവം കാണുന്നു, കേൾക്കുന്നു എന്ന ബോധ്യത്തിൽ നാം പൂർണ്ണ ശ്രദ്ധയോടെ പ്രവർത്തിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഫലങ്ങൾ ലഭിക്കും. ഏറ്റവും അപ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും അതിൽ പൂർണ്ണ ശ്രദ്ധ വയ്ക്കണം. ഏത് ജോലിയും അശ്രദ്ധയോടെ ചെയ്താൽ ഫലം കിട്ടുകയില്ല, സമയം നഷ്ടപ്പെടുകയും ചെയ്യും. എന്ത് ചെയ്താലും ശ്രദ്ധ പതറാതെ അതിൽ പൂർണ്ണ ശ്രദ്ധ വയ്ക്കണം. അത് ദൈവത്തിന് സ്വീകാര്യമായ ഒരു കാഴ്ചയാണ്. തെരുവുകളിൽ സർക്കസ് വേലകൾ പ്രദർശിപ്പിച്ച് ജീവിതം കഴിച്ച ഒരു അപ്പനും മകനും ഉണ്ടായിരുന്നു. ഒരിക്കൽ അപകടത്തിൽപ്പെട്ട് പിതാവ് മരണമടഞ്ഞു. ആശ്രയമില്ലാത്തവനായ മകൻ ഒരു സന്യാസ ആശ്രമത്തിൽ അഭയം തേടി. സന്യാസിമാരായ വൈദികർ ചാപ്പലിൽ ആരാധിക്കുന്ന കണ്ടപ്പോൾ തനിക്കും അവരെ പോലെ വായിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അക്ഷരാഭ്യാസമില്ലാത്ത ബാലന് അതിനുള്ള കഴിവില്ലായിരുന്നു. ഒരു രാത്രിയിൽ എല്ലാവരും ചാപ്പലിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൻ പ്രധാന അൾത്താരയുടെ മുൻപിൽ ചെന്ന് വണങ്ങിയ ശേഷം തനിക്ക് പരിചയമുള്ള സർക്കസ് വേലകൾ ഓരോന്നായി പ്രദർശിപ്പിച്ചു തുടങ്ങി. കാൽപെരുമാറ്റം കേട്ട് അവിടെ കടന്നു വന്ന ഒരു വൈദികന് തൊട്ടും ഇഷ്ടപ്പെട്ടില്ല. വിവരം ആശ്രമാധിപനെ അറിയിച്ചു. അദ്ദേഹം അന്ന് രഹസ്യമായ സകലവും വീക്ഷിച്ചു. ആദ്യം അരിശമുണ്ടായെങ്കിലും പെട്ടെന്നത് മാറി. അത്താരയുടെ മുകളിൽ സന്തുഷ്ടനായി നിന്ന് സകലവും വീക്ഷിക്കുന്ന ഈശോയെ അദ്ദേഹം കണ്ടു. ആ ദർശനം കണ്ട വൈദികൻ ബാലന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ദിവ്യ ശോഭ ആ മുഖത്ത് കാണാമായിരുന്നു. അദ്ദേഹം മുന്നോട്ട് ചെന്ന് ബാലന്റെ കൈകൾ ചുംബിച്ചു. അന്നു മുതൽ എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചു. ദൈവത്തോടുകൂടി ദൈവം കാണുന്നുവെന്ന ബോധ്യത്തിൽ ചെയ്യുന്ന ഏതൊരു ജോലിയും മഹത്വമുള്ളതാണ്. ദൈവം കാണുമെന്ന ബോധ്യത്തിൽ പൂർണ്ണ ഏകാഗ്രതയിൽ അധ്വാനിച്ചാൽ ജീവിതത്തിൽ നമ്മളും വിജയിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.